സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ഒരിക്കോ ഒരു സഹോദരൻ ചോദിച്ചു, ഒരു നല്ല മനുഷ്യനാണ്, അയാൾ എന്നോട് തങ്ങളെ ഞാൻ ഓൺലൈൻ മജ്ലിസ് നോക്കുന്ന ആളാണ്. ഓൺലൈനിൽ ഇപ്പൊ കുറെ മജ്ലിസ് ഉണ്ടല്ലോ, ഞാൻ ഏത് മജ്ലിസാണ് ഓൺലൈനിൽ നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞാൽ ആ മജ്ലിസിന് കൂടാ. കാരണം രാവിലെ തുടങ്ങും മജ്ലിസ്, ആ മജ്ലിസിൽ രാവിലെ കുറെ മജ്ലിസ് ഉണ്ട്, ഉച്ചന്റെ ശേഷം വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷമൊക്കെ മജ്ലിസ് ഉണ്ട്. ഞാൻ മജ്ലിസിനാ കൂടേണ്ടതോ? ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നീ മജ്ലിസ് നോക്കുന്ന സമയത്ത് മജ്ലിസ് നോക്കുന്നത് ഓൺലൈനിലാണ്, ഫോണിലാണ്, യൂട്യൂബിലാണ്, ഫേസ്ബുക്കിലാണ്. ഈ കാണുന്ന സമയത്തോ അതിനിടയിൽ പരസ്യം കടന്നു വരുന്നുണ്ടോ? പരസ്യം കടന്നു വരുന്നുണ്ടെങ്കിൽ ആ മജ്ലിസ് സംഘടിപ്പിക്കുന്ന ആളെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടതുണ്ടോ? കാരണം അവൻ യൂട്യൂബ് കമ്പനിയിൽ നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് പരസ്യത്തിന്റെ ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് ഈ പരസ്യം വരുന്നത്. പരസ്യത്തിൽ ആരാണ് വരുന്നത്? അന്യ സ്ത്രീയുടെ മുഖമാണ്. ഏതോ പ്രൊഡക്റ്റിന്റെ പരസ്യവുമായിട്ട് വരികയാണ്, ബാങ്കിന്റെ പരസ്യമാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പരസ്യമായിരിക്കും, ഹോട്ടലിന്റെ പരസ്യമായിരിക്കും. പക്ഷെ വരുന്നത് പെണ്ണ, തലയിൽ തട്ടിട്ടാണ് അല്ല വരുന്നത്, ഹിജാബ് ഇട്ട് വരല്ല. അല്ലാഹു തആല പൊരുത്തപ്പെടൂല. അത് ഏത് പേരിലായാലും ആരുടെ മജ്ലിസായാലും അല്ലാഹു പൊരുത്തപ്പെടൂല. നമ്മളെ കാണുന്ന മജ്ലിസിൽ, ഓൺലൈനിൽ നോക്കുന്ന മജ്ലിസിൽ ഇതുപോലെയുള്ള പാട്ടുകൾ വരുന്നുണ്ടോ? അന്യ സ്ത്രീകൾ ഉൾപ്പെടുന്ന പരസ്യം വരുന്നുണ്ടോ? ആ മജ്ലിസ് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അങ്ങനത്തെ മജ്ലിസ് വളരെ കുറവ്. എല്ലാരും 1000, 2000, 10,000 ഓൺലൈനിൽ ഉണ്ടാകും. 50,000 ആൾക്കാർ നോക്കണ മജ്ലിസ് ഉണ്ട്. എത്ര ആള് കൂടിയാലും കുറച്ച് കഴിയുമ്പോ 2 മിനിറ്റും അല്ലെങ്കിൽ 1 മിനിറ്റ് ഈ പരസ്യ. അപ്പൊ എന്താ ലക്ഷ്യം? ദിക്റിന്റെ ആത്മീയതയുടെ വഅദിന്റെ പേരിൽ മജ്ലിസ് സംഘടിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ കയറി വരികയാണ്. അപ്പോ ഇതിന്റെ ബാക്കിലൂടെ ഇത് ഇരിക്കണ സാധുക്കൾ അറിയില്ല, ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ ആദമുസ്വലാത്തിന്റെ മജ്ലിസിൽ കൂടിയതാ. ആദമുസ്വലാത്തിന്റെ മജ്ലിസിന് നേരത്തൊക്കെ പെണ്ണിനെ ആരെങ്കിലും ഏൽപ്പിക്കുവോ? ഇല്ല. അപ്പൊ ഈ പെണ്ണിനെ കണ്ടതോ? എന്താ മോലേരെ ഇതിന്റെ ഹുക്കുമ്? ഈ പെണ്ണിനെ കാണിക്കാൻ പറ്റുമോ? അത് നമ്മൾ നോക്കണ്ട ആവശ്യം, അത് നിങ്ങൾ നോക്കണ്ട വെച്ചാൽ നിങ്ങൾ കണ്ണുപിടിക്കാളി. അവിടെ ന്യായം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഓൺലൈൻ, ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഓൺലൈൻ മജ്ലിസ് നോക്കാൻ പ്രശ്നമില്ല. ദിക്റ് ചൊല്ലുമ്പോ അത് ഓൺലൈനും ചെല്ലാം, ഓഫ് ചെയ്തും ചെല്ലാം, നല്ല നെയ്യത്താണ് കൂലി കിട്ടും. പക്ഷെ നീ നോക്കുന്ന സമയത്ത് ആഡ് വരുന്നുണ്ടെങ്കിൽ, പരസ്യം വരുന്നുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആ പരസ്യത്തിന്റെ വരുമാനത്തിന് വേണ്ടിയാണോ? അതും അവരുടെ ലക്ഷ്യമാണോ? അങ്ങനെ ലക്ഷ്യം വെച്ചാൽ മൻ ബഅ ആഖിറതഹു ബിദുനിയാ, ആഖിറത്തെ വിൽക്കുകയാണ്. ആഖിറത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലേ? ഈ 10,000 ആളുകൾക്ക് അന്യസ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത കാരണം കൊണ്ട് അത് സംഘടിപ്പിച്ച ആൾക്ക് നാളെ പരലോകത്ത് കുറ്റം കിട്ടൂലേ? ഇപ്പൊ നമ്മൾ ഈ പ്രസംഗിക്കുന്ന സ്റ്റേജില് ഇവിടെ ഒരു കട്ടൗട്ട് വെച്ചു, അന്യസ്ത്രീയുടെ പരസ്യം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുവോ? ഇരിക്കൂലല്ലോ. എന്താ കാരണം? സ്റ്റേജിൽ അന്യസ്ത്രീന്റെ പരസ്യമുണ്ട്, ഫോട്ടുണ്ട്. അപ്പൊ പ്രസംഗിക്കൂല, അവിടെ ആരും ഇരിക്കൂല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, അത് പറ്റൂല. അങ്ങനെ ഏത് വിഷയം നോക്കിയാലും, ഒരു കല്യാണത്തിന് പോയാലും അല്ലെങ്കിൽ ഏത് വിഷയത്തിലേക്ക് പോയാലും അധാർമികമായ പല കാര്യങ്ങളും ഉള്ളിലേക്ക് കടന്നുകൂടിപ്പോയി. ഇബ്ലീസ് അങ്ങനെ നോക്കിയാണ് ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ. ഏത് ഹോൾസാണ് കിട്ടുന്നത്, ആ ഹോൾസിലൂടെ കയറിയിട്ട് ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കുകയാണ്. ഈ ഇബ്ലീസിന്റെ ഒറ്റ ലക്ഷ്യം മനുഷ്യനെ എങ്ങനെങ്കിലും നരകത്തിൽ എത്തിച്ചാൽ മതി. ചില മഹാന്മാര് പറഞ്ഞത് കാണാം, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യണമെങ്കിൽ ആ തിന്മ ചെയ്യാൻ 100 നന്മ ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും ആ തിന്മ ചെയ്യാനുള്ള പടി ഇബ്ലീസ് എടുക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നന്മ ചെയ്യുന്നതിന്റെ പിന്നാലെ ഇബ്ലീസ് അവനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നാം നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതിന്റെ പേരിൽ എനിക്ക് പരലോകത്ത് കൈകടിക്കേണ്ടി വരില്ല,
അള്ളാഹു എന്നെ പരലോകത്ത് ശിക്ഷിക്കുകയില്ല എന്ന ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ പോകുക.